ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു സ്നേഹം എത്രത്തോളമാണ്. നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയോ അതിനേക്കാൾ താഴെയോ എത്രത്തോളമാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്, എന്താണ് അവർക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർ എന്തെങ്കിലും നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏത് രീതിയിലും ആയിക്കൊള്ളട്ടെ, അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ഒരു സ്ഥാനം എന്താണ്, ആ ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ നല്ല രീതിക്ക് ഓർത്തുകൊണ്ടേയിരിക്കുക. അവരുടെ ഫേസ് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക. അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക. നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ്, കഴിഞ്ഞുപോയ മൊമെന്റ്സ് മാത്രമല്ല, ഇനി മുന്നോട്ടേക്ക് വരാനിരിക്കുന്ന മൊമെന്റ്സ് പോലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ഇമാജിനേഷൻസും നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് പോലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഈ ഒരു സമയത്ത് എന്താണ്? ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഹെർമിറ്റ് എനർജി ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ, നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ, ഏത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വേദനകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് അതിൽ ഒരുപാട് കുറ്റബോധം തോന്നുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കുറ്റബോധത്തിന്റെ ഒരു ഭാരം ഏന്തി നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സിൽ ഇപ്പോൾ ഒരു സ്നേഹത്തെക്കാൾ കൂടുതൽ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഒരു വിഷമം, ഒരു പശ്ചാത്താപം, ഒരു കുറ്റബോധം, അതുപോലെ ഒരു നഷ്ടബോധം, താൻ ചെയ്തത് തെറ്റാണല്ലോ എന്നൊരു തിരിച്ചറിവ്. സ്വന്തം ഉള്ളിലേക്ക് തന്നെ, സ്വന്തം ഹൃദയത്തിലേക്ക് തന്നെ നോക്കിയിട്ട് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം തന്നെ നെടുവീർപ്പിട്ടുകൊണ്ട് അതിലൊരു ക്ഷമാപണം, സ്വയം ഒരു ക്ഷമാപണം നടത്തി നിൽക്കുന്ന ഒരു ഏകയായ വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ ഒരു വേദനയിൽ നിൽക്കുന്ന എനർജിയാണ്. അത്രത്തോളം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. King of Pentacles, Six of Pentacles, Ten of Wands, Seven of Cups, Knight of Wands, Temperance, the Hierophant, Ten of Pentacles, Eight of Swords, Judgment, Three of Swords, Seven of Pentacles, Seven of Wands, Page of Cups, King of Cups, Nine of Wands. The last one is the Empress ന്റെ എനർജി ആണ് കിട്ടിയിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് മൂൺ കാർഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്.
അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവർക്ക് നിങ്ങളോടൊരു സ്നേഹം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു എനർജിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് തീർച്ചയായിട്ടും സ്നേഹമുള്ള എനർജി തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു സ്നേഹം ചിലപ്പോൾ അവർ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല ഈ ഒരു ടൈമിൽ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അവർ പ്രകടിപ്പിക്കാത്തത് എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അവർക്ക് പ്രകടിപ്പിക്കണമെന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അവർക്ക് സാധിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പൊ ഇനി മുന്നോട്ടേക്ക് അവർക്ക് പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഫീലിങ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആദ്യമേ തന്നെ ഓരോ കാർഡുകളായിട്ട് തന്നെ പറയാം. ആദ്യമേ തന്നെ പറഞ്ഞു ഹെർമിറ്റ് എനർജിയുടെ കാര്യം. ആ ഒരു വ്യക്തിക്ക് ആദ്യമേ തോന്നിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഒരു കുറ്റബോധമാണ്. അവർ ചെയ്തു പോയ തെറ്റുകൾ. അപ്പൊ ഇതിനകത്തേക്ക് നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. ഒരുപക്ഷെ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നതെന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലവിന്റെ പുറകെ അവർ പോയിരിക്കുന്നതായിരിക്കാം. അതുപോലെ നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ, ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഒരുപാട് നിൽക്കുന്ന ബന്ധങ്ങളായിട്ടാണ് കാണുന്നത്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന മൂൺ എനർജിയാണ്. ഒരു സൈഡിൽ ഒരുപാട് ആഗ്രഹവും സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിലും മറു സൈഡിൽ ഈ ഒരു പേഴ്സണ് ഒരുപാട് തെറ്റിദ്ധാരണകളും ഭയങ്ങളും നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിനെ തമ്മിൽ തകർക്കാൻ വന്നിരിക്കുന്ന തേർഡ് സിറ്റുവേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു തേർഡ് സിറ്റുവേഷൻ അത് നിങ്ങളുടെ ബന്ധത്തെ തകർക്കുന്നത് തന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, നിങ്ങളെ തമ്മിൽ പിരിക്കുക എന്നുള്ളത് അതിലൊരു ആനന്ദം കണ്ടെത്തുക, അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തുക്കൾ തന്നെയായിരിക്കാം, ചിലവരുടെ കേസിൽ ഫാമിലി തന്നെയായിരിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു എനർജീസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ എന്തായാലും ഈ ഒരു ടൈമിൽ വലിയ രീതിയിൽ ഒരു വിള്ളലേറ്റ് നിൽക്കുന്ന എനർജി തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ എത്രത്തോളം നിങ്ങൾക്കിടയിൽ വിള്ളലേറ്റ് നിന്നിട്ടുണ്ടെങ്കിലും ഒരു സമയത്ത് ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് എടുക്കാൻ പറ്റാതിരുന്ന ഒരു ആക്ഷന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു വേദന വന്ന് നിൽക്കുന്നത്. അതിൽ അവർക്ക് ഇപ്പോൾ ഒരുപാട് കുറ്റബോധം ഉണ്ട്. അവർ ചെയ്യേണ്ട സമയത്ത് ആ ഒരു ചെയ്യേണ്ട കാര്യം ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു വേദന അവർക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അവരാണെങ്കിലും ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരില്ലായിരുന്നു എന്നൊരു ചിന്തയൊക്കെ അവരിൽ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അവരിപ്പോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അർഹമായ ആ ഒരു സ്നേഹത്തെ നിങ്ങൾക്ക് നൽകണം എന്ന് ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് പല സിറ്റുവേഷൻസ് അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും. ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വന്നപ്പോഴേക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആദ്യമൊക്കെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ ആ മുന്നോട്ടേക്ക് പോകവേ നിങ്ങൾക്കൊരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂവിനേക്കാൾ ഉപരി നിങ്ങൾക്കൊരു പ്രാധാന്യം അവരുടെ ലൈഫിൽ അവരൊരുപക്ഷെ മറന്നുപോയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഗൗനിക്കാതെ നിങ്ങൾ അതുമായിട്ട് യൂസ്ഡ് ആയിക്കൊള്ളുന്ന ഒരു ചിന്തയിൽ പോയവരായിരിക്കാം. പക്ഷെ നിങ്ങൾ അവിടെ വീർപ്പ് മുട്ടിയതും നിങ്ങൾ അവിടെ വേദനിച്ചതും ഒന്നും ഇവർ തിരിച്ചറിഞ്ഞിട്ടില്ല ഒരു പരിധി വരെ, നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് വരെ. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈമിൽ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തന്നെ ത്രാസാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു പേഴ്സന്റെ കയ്യിൽ ഒരു ത്രാസ് ഇരിക്കുന്നത് നമുക്ക് കാണാം. അതായത് അർഹമായ സ്നേഹത്തിനെ കറക്റ്റ് ആയിട്ട് തന്നെ തരണം. അവിടെ ഏറ്റക്കുറച്ചിലുകളോ കുറവുകളോ കൂടുതലുകളോ ഒന്നും വരാനായിട്ട് പാടില്ല. ഒരു പടി കൂടിയാലും ഒട്ടും കുറയരുത് എന്നൊരു ചിന്തയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. കാരണം അവർക്ക് നിങ്ങളില്ലാത്ത ഒരു ഒറ്റപ്പെടല്, ഒറ്റക്ക് നിൽക്കുന്ന ഈ ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായ ഒരു വേദനയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റക്ക് നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഈ ഒരു യാത്ര, ഈ ഒരു ജീവിത യാത്ര എന്ന് പറയുന്നത് വളരെയധികം ദുർഘടം പിടിച്ചതാണ്, അല്ലെങ്കിൽ അത്രത്തോളം പെയിൻ നിറഞ്ഞതാണ്. ഇനി ഈ ഒരു ഭാരം ചുമക്കാനായിട്ടോ ഈ ഒരു ഒറ്റക്ക് നടക്കാനായിട്ടോ ഒറ്റക്ക് ജീവിക്കാനായിട്ടോ ഒന്നും തന്നെ സാധിക്കുന്നില്ലാത്ത ഒരു വ്യക്തികളുടെ എനർജിയാ. ഒരുപക്ഷെ നിങ്ങളും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു നല്ല മെച്യൂർഡ് ആയിട്ടുള്ള, മെച്യൂരിറ്റി എന്ന് പറയുമ്പോഴേക്കും ഏജ് വൈസ് ആണെങ്കിൽ നിങ്ങൾ അത്ര ചെറുപ്പം ആളുകൾ ആയിരിക്കില്ല. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കാം നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ചിലപ്പോൾ ജീവിച്ച അത്രയും നാൾ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് നാളുകൾ ജീവിക്കട്ടെ, നമ്മൾ പറയുമ്പോഴേക്കും നല്ല ഒരു ടൈം, ആ ഒരു ചെറുപ്പ ടൈം, ആ ഒരു ടീനേജ് അതൊക്കെ നിങ്ങളുടെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇനി ലൈഫിൽ ഒരു കൂട്ട് വേണം, ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. ഇപ്പൊ തന്നെ നല്ല സമയങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു പോയിരിക്കുന്നു. ആ ഒരു ചിന്തയൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഒരു സമയത്ത് ഇവരുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവർക്ക് അതിനകത്ത് എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിക്കാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള അവരുടെ ഒരു അന്താളിപ്പ് തന്നെയാണ് ഈ ഒരു പ്രശ്നങ്ങളെ ഇത്രത്തോളം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ഇത്രത്തോളം ഒരു ഡൗൺ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നത്. എന്നാൽ ഇനി ആ ഒരു തീരുമാനത്തിലൊക്കെ മാറ്റം വരുത്തണമെന്നും സ്വന്തമായിട്ട് തന്നെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കണമെന്നും അർഹമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് നൽകണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പൊ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾ വിളിക്കുക, ഒന്ന് വന്ന് കാണുക എന്നുള്ള എനർജി. ഇനി അല്ല നിങ്ങൾ ഒരുമിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണ് എന്നിട്ട് നിങ്ങൾ തമ്മിൽ
ഒരുമിച്ചുണ്ടെങ്കിൽ പോലും ആ ഒരു സ്നേഹത്തിന്റെ കാര്യത്തിലോ ഒരു ജീവിക്കുന്ന കാര്യത്തിലോ ഒന്നും ഒരു ഒത്തൊരുമയില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന പോലെ പോകുന്ന എനർജി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരുടെ ടൈമിൽ നിങ്ങളോട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഒരു തുറന്ന സംസാരം നിങ്ങളുമായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് ആണെങ്കിലും അതിപ്പോ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. നിങ്ങളിലേക്ക് ആ ഒരു സന്തോഷത്തിനെയും സങ്കടത്തിനെയും വിഷമങ്ങളെയും വേദനകളെയും അതുപോലെ അവരുടെ ആ ഒരു ഫീലിങ്സും എല്ലാം നിങ്ങളിലേക്ക് പകുത്ത് നൽകണം. ഈ ഒരു ബന്ധത്തിൽ ഇനിയെങ്കിലും ഒരു ബാലൻസിങ് കൊണ്ടുവരണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. കാരണം അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ നിന്നും അവർക്ക് മനസ്സിലായിരിക്കുന്ന ഈ ഒരു കാര്യം, ഈ ഒരു ഒറ്റപ്പെടലിൽ അവർ വിശ്വസിച്ച ആ ഒരു ദൈവിക ശക്തി, അവർ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന എനർജിയാണ് കാണുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ദൈവിക ശക്തി എന്തിലാണോ ആ ഒരു യൂണിവേഴ്സൽ പവറിൽ നിന്ന് അവർ സ്വീകരിച്ചിരിക്കുന്ന അവരുടെ ഇൻഡ്യൂഷൻ അവരിലേക്ക് നൽകിയിരിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത് യുക്തിക്ക് അനുസരിച്ച് പെരുമാറുക. അതായത് മനസ്സ് എന്താണോ ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യങ്ങൾക്ക് അനുസരിച്ച് സ്വയം ഒരു തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് പോവുക. മറ്റുള്ള വ്യക്തികളെ ഒന്നും ജീവിതത്തിലേക്ക് സ്വന്തം ലൈഫിലേക്ക് അടുപ്പിക്കാതിരിക്കുക എന്നുള്ള ഒരു തീരുമാനം അവരെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അർഹമായ ആ ഒരു സ്നേഹത്തെ നിങ്ങളിലേക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് 10 of Pentacles ആണ് വന്നിരിക്കുന്നത്. ഒരു ഫാമിലി കാർഡ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഫാമിലി കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് ഒരു ഫാമിലി ലൈഫ് ആയിട്ട് തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് വരുന്നത്. ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ പോകുന്ന വ്യക്തികളുടെ എനർജി അല്ല നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു കമ്മിറ്റ്മെന്റ്, അതായത് ഫാമിലി ലൈഫ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് ജീവിക്കണം, ആ ഒരു സന്തോഷകരമായ കുടുംബാന്തരീക്ഷം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇവർക്ക് സ്വയം ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുക തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവർക്ക് സിറ്റുവേഷൻസ്, ഇവർക്ക് തീരുമാനം എടുക്കാനായിട്ട് ആ ഒരു ടൈമിൽ അവർ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇപ്പൊ അവർക്ക് എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം നേരത്തെയും അവർക്ക് എടുക്കാമായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇവർക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് ഇവര് തന്നെയാണ് ഇവരെ കെട്ടി നിർത്തിയിരിക്കുന്നത്. മറ്റൊരു വ്യക്തികൾ, ഇപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു വ്യക്തിയെ മറ്റൊന്നിലേക്കും ചേർത്തല്ല കെട്ടിയിരിക്കുന്നത്. സ്വന്തം ശരീരത്തിൽ മാത്രം ചുറ്റി വെച്ചിരിക്കുകയാണ്. അടുത്തൊരു ഈ നിൽക്കുന്ന ഈ ഒരു സോഴ്സിലോ കാര്യങ്ങളോ ഒന്നും തന്നെ, ഈ വാളുകളോ ഒന്നും തന്നെ ഈ ഒരു കെട്ടുമായിട്ട് ടച്ച് ചെയ്തിട്ടില്ല. അതിന്റെ മീനിങ് സ്വന്തമായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ കണ്ണു കെട്ടി സ്വയം നിയന്ത്രിച്ച് അവിടെ നിർത്തിയിരിക്കുന്ന ഒരു എനർജി ആയിരുന്നു. ഇവർക്ക് ആ ഒരു കെട്ട് പൊട്ടിച്ച് ഇതിനു മുന്നേ തന്നെ വരാമായിരുന്നു. ആ ഒരു കുറ്റബോധമൊക്കെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. ഇതുവരെ അത് ചെയ്തില്ലല്ലോ എന്നൊരു കുറ്റബോധവും ഇവരിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനിയും ഇത്രയും ടൈം പോയി, ഇനി എന്തായാലും മുന്നോട്ടേക്ക് കളയാനായിട്ട് സമയമില്ല എന്നൊരു തിരിച്ചറിവ് ഇവർക്ക് വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും ഈ ഒരു ബന്ധത്തിൽ ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് തരണം. ആ ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് തരുന്നത് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇതുവരെ ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാര്യം ഇനിയെങ്കിലും ചെയ്യണം. ഈ ഒരു വിരഹവേദന അല്ലെങ്കിൽ ഈ ഒരു വേദനിപ്പിക്കുന്ന അന്തരീക്ഷം, 3 of Swords ആണ്, ബ്രേക്കപ്പ് കാർഡ് ആണ്. ഈ ഒരു മാറി നിൽക്കുന്ന വേദന എന്ന് പറയുന്നത് താങ്ങാനായിട്ട് ഇനിയും പറ്റുകയില്ല. ആ ഒരു താങ്ങാനായിട്ടുള്ള കഴിവുകളെല്ലാം ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ അവർ മടുത്തു, അവരുടെ ആ ഒരു എനർജീസ് എല്ലാം ചോർന്നു തുടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ഇവരുടെ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മനോഭാവമാണ് ഇവർക്ക് ഇപ്പോൾ ഇവിടെ കൈവന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹം എത്രത്തോളം ആയിരുന്നോ അതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ കാണാനായിട്ട് പറ്റുന്നത്. ഇവരും അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അല്ലെങ്കിൽ ആയിരുന്നു. നേരത്തെ ഇവരത് പ്രകടിപ്പിക്കാതെ സ്വയം നിയന്ത്രിച്ച് വെച്ചിരിക്കുകയായിരുന്നു. കാരണം നിയന്ത്രിച്ച് വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് അതിലേക്ക് കുടുങ്ങിപ്പോയ വ്യക്തികളാണ്. പക്ഷെ എല്ലാം കഴിഞ്ഞ് ഈ ഒരു ടൈമിലൊക്കെ ആയപ്പോഴായിരിക്കും ഇവർക്ക് തിരിച്ചറിവുകൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇനി എന്തായാലും ഒരു നിമിഷം പോലും സമയം കളയാതെ ഇതിനകത്തൊരു ആക്ഷൻ എന്തായാലും എടുക്കാനായിട്ട് ഇവർ തയ്യാറാണ്. നീതിപൂർവം തന്നെ ഈ ഒരു ബന്ധത്തിൽ പെരുമാറണം. ഒരു ഉയർത്തെഴുന്നേൽപ്പ് എത്രയും വേഗം ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. കാരണം അവർക്ക് ഒരുപാട് നഷ്ടബോധം, കുറ്റബോധം, അവർ ആ ഒരു സ്നേഹത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളെന്ന് പറയുന്ന ഒരു സ്നേഹമാണ് ഈ ഒരു പൂത്ത് തളർത്ത് ഇവിടെ നിൽക്കുന്നത്. ആ ഒരു സ്നേഹത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് വിഷമത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികളുടെ എനർജി നമുക്കിവിടെ കാണാൻ പറ്റും. ഇവർക്ക് അത്രത്തോളം വേദനകളുണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ. സമയനഷ്ടം, അതുപോലെ തന്നെ ആ ഒരു നല്ല സമയത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം വെറുതെ പോകല്. അതിപ്പോ 1 മാസം ആയിക്കോട്ടെ, 2 മാസം ആയിക്കോട്ടെ, 1 വർഷം ആയിക്കോട്ടെ, 2 വർഷം ആയിക്കോട്ടെ, എന്താണെങ്കിലും കഴിഞ്ഞു പോയ കാലങ്ങൾ ഇനി തിരികെ ലഭിക്കില്ലല്ലോ എന്നൊരു വിഷമം ഇവരുടെ മുഖത്ത്, ആ ഒരു മ്ലാനത കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിന്ന് ഇനി ഒരു കാലതാമസം എടുക്കാതെ എന്ത് എനർജി എടുത്തിട്ടും പുറത്തേക്ക് വരണം എന്ന് ഇവർ ആഗ്രഹിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ഒരുപാട് തടസ്സങ്ങൾ അവിടെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന വ്യക്തികൾ, നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ച് മുന്നോട്ടേക്ക് ജീവിതം കൊണ്ടുപോകാൻ
അനുവദിക്കാതെ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരു ഫിനാൻഷ്യലി ഒക്കെ നല്ല രീതിക്ക് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങളിലേക്കും തന്നെ പകർത്തിട്ട് പോകുമോ എന്ന് ചിന്തിക്കുന്ന ഫാമിലീസ് വരെ നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് ഉണ്ടായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം, പുറത്തുനിന്നുള്ള മറ്റുള്ള വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ ഇവർക്ക് തടസ്സമാണ് നിങ്ങളിലേക്ക് എത്താനായിട്ട്. പക്ഷെ എന്ത് തടസ്സങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ആ ഒരു സ്നേഹത്തിലേക്ക് മാത്രമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്ന് പറയുന്ന സ്നേഹത്തിലേക്ക് മാത്രമാണ് ഈ ഒരു വ്യക്തിയുടെ ചിന്തകളും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ശ്രദ്ധ പൂർണ്ണമായിട്ടും ഉള്ളത്. അപ്പൊ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും എന്നൊരു ദൃഢപ്രതിജ്ഞ തന്നെയാണ് ഇവർ എടുത്തിരിക്കുന്നത്. അതിൽ വിജയിക്കുക തന്നെ ചെയ്യും. കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു രാജാവാണ്. കപ്സ് എന്ന് പറയുമ്പോഴേക്കും വൈകാരികപരമായിട്ടുള്ള ആ ഒരു ജീവിതം, ആ ഒരു സന്തോഷത്തിന്റെ വിജയം കരസ്ഥമാക്കിയിരിക്കുന്ന ഒരു വ്യക്തി. അത്രത്തോളം സ്നേഹവും പ്രണയവും ഈ ഒരു പേഴ്സണ് നിങ്ങളോടുണ്ട്. അതിലൊരു വിജയം ഇവർ കൈവരിക്കുക തന്നെ ചെയ്യും എന്നൊരു ദൃഢപ്രതിജ്ഞയാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. അവർക്കും ഈ ഒരു തേർഡ് സിറ്റുവേഷന്റെ കാര്യത്തിൽ എത്ര തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാലും ഭയക്കുന്ന വ്യക്തികൾ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. അവർക്ക് പല രീതിയിലുള്ള ഭയമുണ്ട്. ഓക്കെ, തടസ്സങ്ങൾ വരുമ്പോഴേക്കും അതിനെ അതിജീവിക്കാനായിട്ട് തയ്യാറെടുത്തിട്ടുണ്ടെങ്കിലും ഭയം അവരിലുണ്ട്. പക്ഷെ എന്ത് ഭയം ഉണ്ടെങ്കിലും ഇനി എന്ത് ഭയം വേണമെങ്കിലും വന്നോട്ടെ, സ്വന്തം ജീവിതം നോക്കുക തന്നെ ചെയ്യും എന്നുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്വാർത്ഥത മനോഭാവം. ഇതുവരെ ഇവരുടെ സ്വാർത്ഥത നെഗറ്റീവ് ആയിട്ടാണ് ബാധിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇനിയുള്ള ഇവരുടെ സ്വാർത്ഥത മനോഭാവം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കണ്ടിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് ഇവർ തയ്യാറെടുക്കുകയാണ്. എംപ്രസ് എനർജി വന്നിരിക്കുന്നത്. എല്ലാവിധ യൂണിവേഴ്സൽ സപ്പോർട്ടും നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഉണ്ട്. നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം പൂത്തു തളിർക്കാൻ പോകുന്നു. അതായത് സന്തോഷവും സമൃദ്ധിയും ആഹ്ലാദവും എല്ലാം തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കിടയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന വ്യക്തികൾ, കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുക, ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കുക, ഇങ്ങനത്തെയൊക്കെ ചെയ്തു നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തികളിൽ നിന്നെല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു നടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അവർക്ക് അവിടെയല്ല സന്തോഷം, വൈകാരികപരമായ ഒരു ജീവിതം നിങ്ങളുമായിട്ടാണ് വേണ്ടത് ഇനി എന്നുള്ളൊരു തിരിച്ചറിവ് അവരിലേക്ക് വന്നിരിക്കുന്നു. ഭയവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു സൈഡിൽ ആഗ്രഹവും കാര്യങ്ങളൊക്കെ ആ ഒരു എനർജിയിൽ നിർത്തിയിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു കറക്റ്റ് ഡിസിഷൻ എടുത്തിട്ട് ആ ഒരു ജിഗിളിംഗ് എനർജിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഒരു സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരാനായിട്ട് ഇവർ തയ്യാറെടുക്കുകയാണ്. ആ ഒരു ഹോപ്പാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണ് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ആഗ്രഹങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം സ്നേഹമാണോ ഇവർക്ക് കൊടുത്തിരുന്നത് അത്രത്തോളം സ്നേഹം തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് ഉണ്ടെന്ന് തന്നെ കാണാം. ഇവർ ഇതുവരെ അത് പ്രകടിപ്പിക്കാതെ ഇതുവരെ അവർ നിങ്ങളിൽ നിന്ന് അത് ഒതുക്കി ഒതുക്കി കൊണ്ടുപോയി, സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിലും. പക്ഷെ കാലത്തിന്റെ ആ ഒരു കറക്റ്റ് ടൈം ആയപ്പോൾ ഇവർക്ക് തന്നെ അതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കാൻ പറ്റാതെ വരികയാണ്. അങ്ങനെ പറ്റാതെ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഫീലിങ്സ് എല്ലാം നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാനായിട്ട് ഇവരിപ്പോൾ തയ്യാറെടുക്കുകയുമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു സ്പ്രെഡിൽ കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു മെസ്സേജസ് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് പറയണം എന്ന് ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നത്? അൺസാറ്റിസ്ഫൈഡ് എന്നാണ് വന്നിരിക്കുന്നത്. അവര് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് അവർ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. അത് നിങ്ങളെ അറിയിക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. അവരുടെ സന്തോഷം എന്ന് പറയുന്നത് പോലും നിങ്ങളാണ്. ഞാൻ ഇവിടെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ ആയിരുന്നില്ല, ആ ഒരു സത്യം നീ മനസ്സിലാക്കണം. കോൺവെർസേഷൻ ആണ് വന്നിരിക്കുന്നത്. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, നിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ, നിന്റെ ഫീലിങ്സ് എല്ലാം തന്നെ നിങ്ങളിലേക്ക് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഗിൽറ്റി ഫീൽ ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് ഇപ്പൊ നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ അവരായിട്ട് മാറ്റി നിർത്തിയല്ലോ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ഗിൽറ്റി ഫീൽ അവർക്ക് ഈ ഒരു ടൈമിൽ തോന്നുന്നുണ്ട്. അവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. ഒരു ലജ്ജ, അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവർക്കൊരു ലജ്ജ തോന്നുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. മിസ്ഡ് ഓപ്പർച്യൂണിറ്റി, ഒരുപാട് അവസരങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം തിരിച്ചുവരവിന് വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഇവർ മിസ്സാക്കി കളഞ്ഞല്ലോ എന്നുള്ളതിൽ ഓർക്കുമ്പോൾ ഇവർക്ക് ഇപ്പൊ കുറ്റബോധമുണ്ട്. കാരണം അന്നേ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇവർ സ്വീകരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ആ ഒരു വാക്കുകൾ കേൾക്കാനായിട്ട് നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു വാക്കുകൾ കേൾക്കാൻ തയ്യാറെടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രത്തോളം ഒരു ഗ്യാപ്പോ ഇത്രത്തോളം ആ ഒരു സ്നേഹബന്ധത്തിന് ഒരു അകൽച്ചയോ ഒന്നും വരില്ലായിരുന്നു. തന്റെ തെറ്റുകൊണ്ടാണല്ലോ ഈ ഒരു കാര്യങ്ങളെല്ലാം സംഭവിച്ചത് എന്നുള്ളൊരു ഫീൽ, ആ ഒരു വിഷമം ഇവരുടെ ഉള്ളിൽ ഒരുപാട് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ പോലും നിങ്ങളോട് തുറന്ന് സംസാരിക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുകയാണ്. ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്ന് പറയണം. ഹോൾഡിംഗ് ബാക്ക് ആണ്. അവർ ആ ഒരു ഫീലിങ്സ് എല്ലാം തന്നെ ബാക്കിൽ നിങ്ങളെ കാണിക്കാതെയാണ് ഇതുവരെ പിടിച്ചിരുന്നത്. പക്ഷെ ഇനി ഈ ഒരു ടൈമിൽ അതെല്ലാം തന്നെ നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ ഈ ഒരു മെസ്സേജസ് ഒക്കെയാണ് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം.
1990 വന്നിട്ടുണ്ട്. സെപ്റ്റംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. 44 UAE വന്നിട്ടുണ്ട്. തിരുവോണം എന്നൊരു സ്റ്റാർ. ട്രിവാൻഡ്രം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. R എന്നൊരു ലെറ്റർ. എറണാകുളം. 37 31 19 V എന്നൊരു ലെറ്റർ. കോട്ടയം ഡിസ്ട്രിക്റ്റ്. ചോതി എന്നൊരു സ്റ്റാർ. O എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. കാലിക്കറ്റ് വന്നിട്ടുണ്ട്. 28 B എന്നൊരു ലെറ്റർ. R again ലെറ്റർ വന്നിട്ടുണ്ട്. H വന്നിട്ടുണ്ട്. M എന്നൊരു ലെറ്റർ. അനിഴം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. വിത്തിൻ 3 months കാണിക്കുന്നുണ്ട് ചിലരുടെ കേസിൽ. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പുണർദം എന്നൊരു സ്റ്റാർ ആണ്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു ക്ലൂസും ഇവിടെ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ ഒരു കാര്യങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു ഫീലിംഗ്സ് ആണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന എത്രത്തോളമാണോ ഈ ഒരു വ്യക്തിയെ, അത്രത്തോളം സ്നേഹം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടെന്ന് തന്നെ കാണുന്നത്. ഇവരുടെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സമയദോഷത്തിന്റെ ഭാഗമായിട്ട്, സമയദോഷം എന്ന് പറയുമ്പോൾ ഇവരുടെ ചിന്തകൾ കൊണ്ടുണ്ടായ സമയദോഷം, അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ആ ഒരു ഫീലിംഗ്സ് ഒന്നും നിങ്ങളിലേക്ക് തരാതെ കാണിക്കാതെ വെച്ചിരുന്നത്. മാത്രമല്ല ഇവരുടെ കുറച്ച് സ്വാർത്ഥ മനോഭാവങ്ങളും നേരത്തെ ഇവരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണുള്ള ഫീലിംഗ്സ് എന്ന് പറയുന്നത് നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ്. നിങ്ങൾക്കൊരു നീതി തരണം എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ അവർ ആഗ്രഹിക്കുകയാണ്. അതുപോലെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഫാമിലി ലൈഫിലേക്ക് ഇതിനെ കൊണ്ടുപോകണം എന്ന് അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. എന്തൊക്കെ രീതിയിലുള്ള പേടി അവരുടെ ഉള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും ആ ഒരു പേടികളെയും ഭയങ്ങളെയും തെറ്റിദ്ധാരണകളെയും എല്ലാം ക്ലിയർ ചെയ്യിച്ചിട്ട് നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം ഈ ഒരു ബന്ധത്തിനെ. ഇനി ഒരിക്കലും ഒരു ടൈം കളയാനായിട്ട് ലൈഫിൽ ഇല്ല എന്നൊരു തിരിച്ചറിവ് ഇവർക്ക് വന്നു നിൽക്കുന്ന എനർജി തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കമന്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.